സോ മക്കളെ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് നമ്മൾ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ പഠിക്കാൻ പോവുകയാണ്. ചെറിയ പാഠമാണ്, വളരെ കുറച്ച് തിയറീസ് ഉള്ളൂ, വളരെ കിടിലൻ ട്രിക്സ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പഠിച്ചാൽ മതി. സോ സ്റ്റാർട്ട് ചെയ്യാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് നിങ്ങൾ ആദ്യം അറിയേണ്ട കൺസെപ്റ്റ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. ഏതൊരു ഒബ്ജക്റ്റിനെയും നമ്മൾ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ അയാളെ ഷേപ്പ് അല്ലെങ്കിൽ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ വോളിയോ എന്തെങ്കിലുമൊക്കെ മാറും. അപ്പോൾ ബേസിക്കലി നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഒരാളെ കോലം മാറും. ഡിഷു എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറി അല്ലേ. ബേസിക്കലി എൻ്റെ മുഖം ഇവിടെ ഡീഫോം ആയിട്ടുണ്ട്, ഷേപ്പ് മാറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്ത ആ ഫോഴ്സ് റിമൂവ് ചെയ്താൽ എൻ്റെ മുഖം ആ ഒരു പഴയ സുന്ദരൻ ലുക്കിലോട്ട് വന്നു. സുന്ദരനല്ലേ? റെഡി. അപ്പോൾ തിരിച്ചു വരാനുള്ള ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് എലാസ്റ്റിസിറ്റി. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഞാനൊരു അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തു അല്ലെങ്കിൽ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു. എന്താണ് ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു? അപ്ലൈഡ് ഫോഴ്സ് ഓർ ഡീഫോമിംഗ് ഫോഴ്സ്. അപ്പോൾ ആ അപ്ലൈഡ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുള്ളി തിരിച്ചു വരും അല്ലേ, റീഗെയിൻ ചെയ്യും. അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് അല്ലെങ്കിൽ സൈസൊക്കെ റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ താല്പര്യമുണ്ട്. അപ്പോൾ അതിനയാളെ സഹായിക്കുന്ന ഫോഴ്സാണ് റീസ്റ്റോറിങ് ഫോഴ്സ്. അപ്പോൾ ഇതുപോലെ തിരിച്ചു വരാനുള്ള ആ ടെൻഡൻസിനെ വിളിക്കുന്ന പേരാണ് എലാസ്റ്റിസിറ്റി. അങ്ങനെയുള്ള മെറ്റീരിയൽസിൻ്റെ പേരാണ് എലാസ്റ്റിക് മെറ്റീരിയൽസ്. എക്സാമ്പിൾസ് റബ്ബർ, സ്റ്റീലൊക്കെ എലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ്. ഇനി അതുപോലെ തന്നെയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അതിന് നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ചില ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്തു, ചില ആൾക്കാരെ ഷേപ്പ് മാറ്റി. ഓക്കെ, ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഇയാളെ ഷേപ്പ് ഞാൻ മാറ്റി. പക്ഷേ ആ ഫോഴ്സ് റിമൂവ് ചെയ്താലും അവിടെ തിരിച്ചു വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ മുഖം മൈദ മാവ്, നമ്മുടെ ചപ്പാത്തി മാവ് കൊണ്ട് കുഴച്ചാണെങ്കിൽ ഇഡ്ഡി കൊണ്ടാൽ എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറും. റിലീസ് ചെയ്താൽ തിരിച്ചതുപോലെ ആവോ? ഇല്ല, ആയിപ്പോവും അല്ലേ. അപ്പോൾ തിരിച്ചു വരാൻ കഴിവില്ലായ്മയുള്ള ചില മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ആ കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി. എലാസ്റ്റിസിറ്റിയുടെ നേരെ ഓപ്പോസിറ്റാണ് പ്ലാസ്റ്റിസിറ്റി. സോ ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്, സൈസ്, വോളിയം ഒക്കെ കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾ പഠിച്ചോളൂ. നീഡഡ് ഫ്ലോർ അല്ലെങ്കിൽ ഡോ എന്ന് പറയും, നമ്മുടെ മാവ്. വാക്സ്, അതായത് നമ്മളെ മെഴുക്, പുട്ടി, നമ്മളെ മതിൽ തേക്കുന്ന പുട്ടി, മുഖത്ത് തേക്കുന്ന പുട്ടിയല്ല. സോ നെക്സ്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ് പഠിക്കേണ്ടത്. മക്കളെ, സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിലെ സ്ട്രെസ്സിനോട് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു അല്ലേ. അപ്പോൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഉള്ളപ്പം അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞില്ലേ. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയനെ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ എന്നല്ല പഠിക്കുന്നത്, റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയ എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഡെഫിനേഷൻ എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻസൈഡ് ദ ബോഡി പെർ യൂണിറ്റ് ഏരിയ എന്നാണ് വിളിക്കുക. അപ്പോൾ അതിനെ നമുക്ക് സ്ട്രെസ് ഈസ് ഈക്വൽ ടു F/A എന്ന് എഴുതാം. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ സ്ട്രെസ്സിന് ഇങ്ങനെ സിഗ്മ എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കാറുണ്ട്. ജനറലി നമ്മൾ കൊടുക്കാറില്ല, സ്റ്റിൽ അങ്ങനെ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് സ്ട്രെയിൻ. അപ്പോൾ ഒരു അപ്ലൈഡ് ഫോഴ്സ് കൊടുത്ത് സാറ് മുഖത്തിൻ്റെ ഷേപ്പ് മാറും അല്ലേ. അപ്പോൾ അത് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അല്ലേ. മേ ബി അത് ലെങ്ത്തിലായിരിക്കും, ചിലപ്പോൾ ഏരിയയിലായിരിക്കും, ചിലപ്പോൾ അത് വോളിയത്തിലായിരിക്കും. അപ്പോൾ എന്താണോ അവിടുത്തെ ചേഞ്ച് ഡിവൈഡഡ് ബൈ അവിടുത്തെ ഒറിജിനൽ. ഇപ്പോൾ സാറ് വീഡിയോ കണ്ടപ്പോൾ സാറ് മുഖത്തിൻ്റെ ലെങ്ത്ത് മാറിപ്പോയി. അപ്പോൾ എത്രയാണോ ചേഞ്ച് ചെയ്തത് ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഈ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആവാം, വോളിയം ആവാം, ഏരിയ വെച്ചിട്ടൊക്കെ പല രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ സ്ട്രെയിൻ ഇതാണ്. ഇനി ഇവർ രണ്ടുപേരെ യൂണിറ്റ് പഠിച്ചോ. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയും. ഈ സ്ട്രെയിൻ എന്തില്ല, യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല കേട്ടോ. സ്ട്രെസ്സിൻ്റെ അതേ യൂണിറ്റ് ഉള്ള ഒരാളുണ്ട്, അത് ഏതാ നിങ്ങൾ ഓർത്തെ? സ്ട്രെസ്സിൻ്റെ അതേ യൂണിറ്റ്, അതേ കൺസെപ്റ്റ് ഉള്ള ഒരാളുണ്ട്, ദാറ്റ് ഈസ് പ്രഷർ. അപ്പോൾ പ്രഷറിൻ്റെ അതേ യൂണിറ്റും ഡയമെൻഷനുമാണ് ആർക്ക്? സ്ട്രെസ്സിനും കൂടി അറിഞ്ഞു വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഹൂക്സ് ലോ ഓഫ് എലാസ്റ്റിസിറ്റി. ഹൂക്സ് ലോ ഫോർ എലാസ്റ്റിസിറ്റി പറയുന്നത് ഒരു പരിധി വരെ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇടിയൊക്കെ കൊള്ളുന്ന സമയത്ത്, ചെറിയ രീതിയിലുള്ള ഡീഫോർമേഷൻ്റെ സമയത്ത്, ഫോർ സ്മോൾ ഡീഫോർമേഷൻ ഓർ വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ്, ഒരു പരിധി വരെ സ്ട്രെസ് കൂടുമ്പം സ്ട്രെയിൻ കൂടും. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു റബ്ബർ ബാൻഡ് ഞാൻ കൂടുതൽ ശക്തിയിൽ വലിച്ചാൽ അയാളെ ലെങ്ത് കൂടുതൽ ചേഞ്ച് ചെയ്യും. ആ കൂടുതൽ ശക്തി കൊടുക്കുന്നു, അപ്പോൾ അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് വരുന്നു, അപ്പോൾ സ്ട്രെസ് കൂടി. ഇനി അപ്പോൾ അയാളെ ലെങ്ത് കൂടുന്നു, അപ്പോൾ ബേസിക്കലി ചേഞ്ച് കൂടി, അപ്പോൾ സ്ട്രെയിനും കൂടി. അപ്പോൾ കൂടുതൽ ശക്തി പിടിച്ചു വലിച്ചാൽ കൂടുതൽ ലെങ്ത് കൂടും. അങ്ങനെ ആലോചിച്ചാൽ മതി. അതാണ് ഈ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആ കോൺസ്റ്റന്റ് കിട്ടാൻ എന്താ വേണ്ടത്? സ്ട്രെസ്സിനെ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സ്ട്രെസ്സിനെ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അല്ലെങ്കിൽ അവർ നമ്മളെ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. തിരിച്ചും പറയാറുണ്ട്, എലാസ്റ്റിക് മോഡുലസ് എന്നും പറയാറുണ്ട്. ഒക്കെ സെയിം തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് 3 തരം സ്ട്രെസ് പഠിക്കുന്നുണ്ട്, 3 തരം സ്ട്രെയിൻ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് 3 തരം മോഡുലസ്
മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഉണ്ട്. കിഡിലൻ ട്രിക്കാണ്, ഒറ്റയടിക്ക് പഠിക്കാം. ഇത് സെപ്പറേറ്റ് പഠിക്കരുത്, ഒറ്റയടിക്ക് പഠിക്കുക. സോ സ്ട്രെസ് ആൻഡ് സ്ട്രെയിന് അതേപോലെ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഒക്കെ 3 തരമാണ്. അപ്പം സ്ട്രെസ്സും സ്ട്രെയിനും നമുക്ക് ക്ലാസിഫൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 3 തരമാണ്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ, മറ്റൊന്ന് ഷിയറിംഗ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ, രണ്ടുപേരും യൂസ് ചെയ്യും. മൂന്നാമത്തെ കാറ്റഗറിയാണ് വോളിയം അല്ലെങ്കിൽ ഹൈഡ്രോളിക്. പേര് മറക്കരുത്, ലോഞ്ചിറ്റ്യൂഡിനൽ, ഷിയറിംഗ് ഓർ ടാൻജൻഷ്യൽ രണ്ടും സെയിം ആണ്. വോളിയം അല്ലെങ്കിൽ ഹൈഡ്രോളിക്കും രണ്ടും സെയിം ആണ്. അപ്പോൾ പേരുകൾ കേട്ട് നിങ്ങൾ തെറ്റിയിരിക്കരുത്. ഇനി ഫസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്തു, സാർ ഇടിച്ചപ്പോൾ സാറെ മുഖത്തിൻ്റെ ലെങ്ത്ത് മാത്രം ചേഞ്ച് ആയി വിചാരിക്കും. അപ്പം ലെങ്ത്ത് മാത്രം ചേഞ്ച് ആണെങ്കിൽ, ചേഞ്ച് ഇൻ ലെങ്ത്ത് ഉണ്ടാവുകയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ എന്നാ പറയാം. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാകുന്ന സമയത്തുള്ള സ്ട്രെസ്സും സ്ട്രെയിനും. റെഡി? അപ്പോൾ ഏത് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെയാ? ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ അതിൻ്റെ മുമ്പ് ലോഞ്ചിറ്റ്യൂഡിനൽ എഴുതിയാൽ മതി. ഇനി അവിടുത്തെ സ്ട്രെയിൻ കാണുമ്പോൾ എങ്ങനെയാ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എഴുതുമ്പോൾ എങ്ങനെയാ? അവിടുത്തെ ഒറിജിനൽ ലെങ്ത്, ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് എൽ, ഞാനൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ ഡെൽറ്റ എൽ കൂടി. അപ്പോൾ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനലാ, അല്ല ഒറിജിനൽ ബൈ ചേഞ്ച് അല്ല. അപ്പോൾ എത്രയാണ് ചേഞ്ച് ആയത്? ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ എൽ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കാണാൻ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതാം. ഇനി നമ്മൾ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്താ പഠിച്ചേ? അല്ലെ എലാസ്റ്റിക് മോഡുലസ് എന്താ പഠിച്ചേ? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. അപ്പോൾ ഇവിടെയുള്ള സ്ട്രെസ്സിനെ, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി കിട്ടും. അയാളെ വിളിക്കുന്ന പേരാണ് യങ്സ് മോഡുലസ്. അപ്പോൾ മക്കളെ, യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവർ തമ്മിലുള്ള റേഷ്യോ ആണ്, ഡെഫിനേഷൻ ചോദിക്കും. ആൻഡ് അയാളുടെ യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, അയാളുടെ യൂണിറ്റുകൾ, എല്ലാ മോഡുലസിൻ്റെ യൂണിറ്റുകൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആയിരിക്കും. അപ്പോൾ യങ്സ് മോഡുലസിനെ Y എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. ഇത് വെച്ച് നിങ്ങൾക്ക് വേണേൽ റീഅറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യാം. റെഡി? ഇനി രണ്ടാമത്തെ കാര്യം, ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെയിൻ. രണ്ടും ഒന്നാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളെ ഞാൻ എന്ത് ചെയ്തു, ഇടിച്ചു, അയാളെ ഷേപ്പ് മാറി, പക്ഷെ അവിടുത്തെ വോളിയം മാറില്ല വിചാരിക്കും. ഷേപ്പ് ചേഞ്ച് ചെയ്തു, പക്ഷെ വോളിയം മാറില്ല, വോളിയം അത് തന്നെ. അങ്ങനെയുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ അതാണ് ഷിയറിംഗ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ. വെരി സിമ്പിൾ. അപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നു, ബട്ട് വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. ആ തരത്തിലുള്ള സ്ട്രെസ്സിനെയും ആ സമയത്തുള്ള സ്ട്രെയിനെയും നമ്മൾ ഷിയറിംഗ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെയിനും പറയുന്നു. അപ്പം നമുക്ക് നോക്കാം. എന്താ ഷിയറിംഗ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ? ഫോഴ്സ് ബൈ ഏരിയ. അതൊന്നുമില്ല, നേരെ ഫോഴ്സ് ബൈ ഏരിയ എഴുതിയാൽ മതി. ഇവിടെ ഈ ഒബ്ജക്റ്റ് ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉന്താണ്, സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ ടോപ്പ് മാത്രം ഞാനിങ്ങനെ ഫോഴ്സ് കൊടുത്താൽ അയാളെ താഴ്ഭാഗം ഫിക്സ് ആണെങ്കിൽ ഇയാളിങ്ങനെ ചെരിഞ്ഞു. അപ്പോൾ ഇവിടെ ഉള്ള ഒരു പോയിന്റ് ഇവിടെ എത്തിപ്പോവും. അപ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ ചേഞ്ച് ഡിവൈഡഡ് ബൈ അവിടെ മാറാതെ അല്ലെ ഒറിജിനൽ ഉണ്ടായിരുന്ന ഈ ലെങ്ത് എല്ലിന് നമ്മൾ എടുക്കുന്നു. അപ്പോൾ അവിടെ ഷിയറിംഗ് സ്ട്രെയിൻ എഴുതാം, ഡെൽറ്റ എക്സ് ബൈ എക്സ് അല്ല, ഡെൽറ്റ എക്സ് ബൈ എൽ ആണ്. ഓക്കെ, ഇനി അത് ഒരു ട്രിഗ്നോമെട്രി പ്രകാരം അത് അവിടുത്തെ ആംഗിൾ തീറ്റ നമ്മൾ റേഡിയനിൽ റെപ്രസെന്റ് ചെയ്താൽ ഡെൽറ്റ എക്സ് ബൈ എൽ തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. ആ തീറ്റ എന്തിലായിരിക്കണം? റേഡിയനിലായിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അവർ നമ്മളെ റേഷ്യോ, ഏതൊരു സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനും നമ്മൾ റേഷ്യോനെ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ തരത്തിലുള്ള ഷിയറിംഗ് സ്ട്രെസ്സിനെയും ഷിയറിംഗ് സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷിയർ മോഡുലസ്. അതിൻ്റെ സിമ്പിൾ G ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഷിയറിംഗ് സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ, ഷിയറിംഗ് സ്ട്രെയിൻ ഡെൽറ്റ എക്സ് ബൈ എൽ. ഓർ നമുക്ക് എങ്ങനെ എഴുതാം? ഷിയറിംഗ് സ്ട്രെസ്സിനെ ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിനെ തീറ്റ എന്നും എഴുതാം. പക്ഷെ ആ തീറ്റ എന്തിലായിരിക്കണം? ഷുഡ് ബി ഇൻ റേഡിയൻ. പരിപാടി കഴിഞ്ഞു. ഇവിടെ പറഞ്ഞതിനെ നേരെ തിരിച്ചിട്ടെ, അതായത് ഷേപ്പ് ചേഞ്ച് ചെയ്യാതെ വോളിയം ചേഞ്ച് ചെയ്യുന്ന ഒരു കേസ് ഉണ്ടോ? ഉണ്ട്. അതാണ് മൂന്നാമത്തെ കേസ്. ദാറ്റ് ഈസ് വോളിയം അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ്സും ഹൈഡ്രോളിക് സ്ട്രെയിനും അയാളുടെ ഒരു മോഡുലസും. സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഞാനൊരു ഒബ്ജക്റ്റിനെ, അതേപോലെ ഒരു സ്പിയറിനെ ഒരു ഫ്ലൂയിഡിൽ, ഒരു ലിക്വിഡിൽ ഡ്രോപ്പ് ചെയ്ത് വിചാരിക്കും. എന്താ സംഭവിക്കുക? ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ഇയാൾക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എല്ലാ സൈഡിൽ നിന്നും ഈക്വൽ ആയിട്ട് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് ഇയാളെ ഷേപ്പ് മാറാതെ ഇയാൾ ചെറുതായി പോകും. അപ്പോൾ അയാളെ വോളിയം ഷ്രിങ്ക് ചെയ്തു, വോളിയം കുറഞ്ഞു. ആദ്യം ഉണ്ടായിരുന്ന വോളിയം V, ഇപ്പോൾ ഡെൽറ്റ V വോളിയം കുറഞ്ഞു. ഓക്കെ, അപ്പോൾ അയാളെ ഷേപ്പ് ചേഞ്ച് ചെയ്യാതെ വോളിയം ചേഞ്ച് ചെയ്തെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വോളിയം അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ്. ഈ സമയത്ത് സ്ട്രെസ് എങ്ങനെ എഴുതുക? വോളിയം സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. പക്ഷേ ഇയാളുടെ കേസിൽ മാത്രം നമ്മളെ ലിക്വിഡ് കാരണം ഉണ്ടാകുന്ന എക്സസ് പ്രഷർ എന്ന് വേണം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇയാളുടെ കേസ് മാത്രം F/A ഈസ് ഈക്വൽ ടു ഡെൽറ്റ P എന്ന് എഴുതാം, അല്ലെങ്കിൽ P എന്ന് എഴുതാം. ഈ കേസിൽ മാത്രമാണ്, ബാക്കി കേസിലൊന്നും നമ്മൾ P എന്ന് എഴുതില്ല സ്ട്രെസ്സിനെ. ഇനി ഇവിടുത്തെ സ്ട്രെയിൻ എന്തായിരിക്കും? അവിടെ ചേഞ്ച് എത്രയാ? ഡെൽറ്റ V. പക്ഷേ വോളിയം കുറഞ്ഞതുകൊണ്ട് ഒരു മൈനസ് അവിടെ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം V. ഇനി അവർ നമ്മളെ റേഷ്യോ വോളിയം സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ,
ആ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ബൾക്ക് മോഡുലസ്. പരിപാടി കഴിഞ്ഞു. ബൾക്ക് മോഡുലസിൻ്റെ സിമ്പിൾ ബി ആണ്. അപ്പം എന്താണ്, വോളിയം സ്ട്രെസ്സിനെ ഞാൻ ഡെൽറ്റ പി എന്ന് എഴുതി, വോളിയം സ്ട്രെയിനെ മൈനസ് ഡെൽറ്റ വി ബൈ വി എന്ന് എഴുതി. ആ മൈനസ് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനായിരിക്കും? വോളിയം കുറയുന്നു സൂചിപ്പിക്കാനാണ്. ഇതോടുകൂടി നിങ്ങൾ ഒറ്റയടിക്ക് സ്ട്രെസ്, സ്ട്രെയിൻ ആൻഡ് മോഡുലസ് മൂന്നും പഠിച്ചു. ഇനി ഇവിടുന്ന് എക്സ്ട്രാ പോയിന്റ്സ് പഠിക്കാം. സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ശ്രദ്ധിക്കണം. സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. അപ്പോൾ സ്ട്രെസ് ഞാൻ വൈ ആക്സിസിലും സ്ട്രെയിൻ ഞാൻ എന്തിലും എടുത്തു? എക്സ് ആക്സിലും എടുത്തു. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ലെറ്റ്സ് സേ ഷേപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ ഇയാളെ സ്ലോപ്പ് കണ്ടാൽ യു വിൽ ഗെറ്റ് വൈ ബൈ എക്സ്. അപ്പോൾ ആരായിരിക്കും? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ അതാരാ? അത് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആണ് കേട്ടോ. അത് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. ചില കുട്ടികൾ ഇതിനെ യങ്സ് മോഡുലസ് എന്ന് എഴുതാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജനറലി മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. ഓരോ സിറ്റുവേഷനിൽ എഴുതുമ്പോൾ ഓരോരോ മോഡുലസ് കിട്ടും. അപ്പോൾ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് എഴുതിയാൽ ആൻസർ മതി. ആൻഡ് ഒരു കാര്യം കൂടി, ഇതിൻ്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഹൂക്സ് ലോ ഒബേ ചെയ്യും. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനത്തെ കളർ ഉണ്ടാവുക, സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവുക. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ ഇതേപോലെ വളവും തിരിവൊക്കെയാണ്. അപ്പോൾ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ ലീനിയർ അല്ല, അതായത് ഗ്രാഫ് വളവും തിരിവൊക്കെ ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി, നമുക്കൊരു മെറ്റലിൻ്റെ അല്ലെങ്കിൽ ഒരു ടെൻസൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടുന്ന് ചോദ്യം വരും. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതേപോലെ ഒരു സ്ട്രെയിൻ വരച്ചു, സ്ട്രെസ്സും ആക്സിസിൽ വരച്ചു. എന്നിട്ട് ഞാനൊരു വയറിന് ഇങ്ങനെ ലെങ്ത്ത് ഇങ്ങനെ കൂട്ടുക, ഞാൻ അയാളെങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കുക. ആ സമയത്തുള്ള ഗ്രാഫ് ഏതാണ്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ കുറച്ച് പോയിന്റ്സുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഗ്രാഫിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ്? ആ ഒ മുതൽ എ വരെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഒ മുതൽ എ വരെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അവിടെ ഹൂക്സ് ലോ ഒബേ ചെയ്യും അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഹൂക്സ് ലോ ഒബേ ചെയ്യില്ലേ? ഞാൻ പറഞ്ഞില്ലേ, സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഹൂക്സ് ലോ ഒബേ ചെയ്യും. അപ്പോൾ ഗ്രാഫ് നോക്കിയാൽ തന്നെ ഒ മുതൽ എ വരെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, അപ്പോൾ ഹൂക്സ് ലോ ഒബേ ചെയ്യും. അപ്പോൾ എ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ എ കഴിഞ്ഞാൽ പിന്നെ അനുസരിക്കുകയോ ഇല്ല. അപ്പോൾ എനെ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. എന്താണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്? സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആവുന്ന ലിമിറ്റ്, അതാണ് എ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹൂക്സ് ലോ ഒബേ ചെയ്യില്ല, പ്രൊപ്പോർഷണൽ അല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. പേര് ഓർത്ത് വെക്കണം, പേര് ചോദിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, പക്ഷേ സ്റ്റിൽ ഒ മുതൽ ബി വരെ, ഇവിടെ മുതൽ ബി വരെ ഇയാൾ എലാസ്റ്റിക്കാണ്. എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? റിലീസ് ചെയ്താൽ അയാൾ തിരിച്ച് ഒറിജിനൽ ലെങ്ത്തിലോട്ട് തന്നെ വരും. അതായത് ഗ്രാഫിൽ ബി എത്തുന്നവരെ ഞാൻ ഇങ്ങനെ പിടിച്ച് എത്ര 10 സെൻറ്റിമീറ്ററുള്ള സാധനം ഞാൻ വലിച്ച് 15 സെൻറ്റിമീറ്റർ ആക്കി റിലീസ് ചെയ്താലും അയാൾ തിരിച്ച് 10ലോട്ട് തന്നെ വരും. ഗ്രാഫിൽ ഏത് വരെ? ബി വരെ. ഓക്കെ, അപ്പോൾ ബി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 10 ഉള്ളത് 15 ആക്കി റിലീസ് ചെയ്താൽ അത് തിരിച്ച് 10ലോട്ട് വരില്ല. അത് തിരിച്ച് വരുമ്പോൾ ഒരു 10.1 10.2 ഒക്കെ ആയിട്ട് പെർമനൻ്റ്ലി അയാളെ ലെങ്ത്ത് കുറച്ച് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ പെർഫെക്റ്റ്ലി കംപ്ലീറ്റ്ലി തിരിച്ചു വരാം. 10 ഉള്ളത് 15 ആക്കി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് 10ലോട്ട് വരുന്ന മാക്സിമം ലിമിറ്റ് ഇല്ലേ, ആ 15 കഴിഞ്ഞാൽ പിന്നെ കിട്ടുമോ? ഇല്ല. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് ബേസിക്കലി ആര്? ബി. അപ്പോൾ എലാസ്റ്റിസിറ്റി കംപ്ലീറ്റ്ലി കഴിയുന്ന ഒരു പോയിൻ്റാണ് ബി. ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറ്റൂല. അപ്പോൾ ബീൻ്റെ പേര് ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ എലാസ്റ്റിക് ലിമിറ്റ് എന്നും പറയും. എലാസ്റ്റിക് ലിമിറ്റ്, 2 പേരുകളാണ്, 2 പേരുകൾ. റെഡി? ഇനി ഗ്രാഫിൽ എന്താണ്? ഗ്രാഫിൽ ഒരു ഹയസ്റ്റ് പോയിന്റ് ഉണ്ട് ഡി. ഡിക്ക് പ്രത്യേകിച്ച് പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും പറയാറുണ്ട്. അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് പറയും. ഇനി ഈ എത്തിപ്പോയി കഴിഞ്ഞാൽ ഞാനൊരു വയറിൽ അങ്ങനെ 10 വലിച്ച് 15, 20, 25 ഒക്കെ ആകുമ്പോൾ അയാൾ പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടിപ്പോകുന്ന ഗ്രാഫിലെ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫ്രാക്ചർ പോയിന്റ്. പൊട്ടിപ്പോയി, ഫ്രാക്ചർ പോയിന്റ് ഓർ ഡാമേജ് പോയിന്റ് എന്ന് പറയും. ഓക്കെ, ബ്രേക്കിംഗ് പോയിന്റ് എന്നൊക്കെ പറയും. ഇനി അതേപോലെ ഈ ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ എലാസ്റ്റിക് ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു സ്ട്രെസ് ഉണ്ട്. അതിനെ നമുക്ക് ഈൽഡിങ് സ്ട്രെസ് എന്ന് വിളിക്കാം. സ്ട്രെസ്സിൻ്റെ സിമ്പിൾ സിഗ്മ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ എസ് എന്ന് കൊടുത്താലും ഓക്കെയാണ്, SY എന്നും പറയാറുണ്ട്. അപ്പോൾ ഈൽഡിങ് സ്ട്രെസ് ആണ് അത്. അതേപോലെ മാക്സിമം, ഈ പോയിന്റിന്റെ പേരാണ് അൾട്ടിമേറ്റ് പോയിന്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു സ്ട്രെസ് ഉണ്ട്, അതിനെ സിഗ്മ യു അല്ലെങ്കിൽ SU എന്ന് വിളിക്കാം. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്നാണ് പേര്. അപ്പോൾ ഇത്രയും പേരുകൾ ഓർത്ത് വെക്കുക, മസ്റ്റാണ്. പിന്നെ അതേപോലെ പെർമനന്റ് ആയിട്ട് ഞാൻ 10 ഉള്ള ആളെ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് വലിച്ചു കഴിഞ്ഞ് റിലീസ് ചെയ്താൽ 10 തിരിച്ചു വരുമ്പോൾ ഒരു 10.1 ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 0.1 അവിടെ പെർമനന്റ് ആയിട്ട് എന്തായി പോയിട്ടുണ്ടാവും? ഡാമേജ് ആയി പോയിട്ടുണ്ടാവും അല്ലേ? പെർമനന്റ് ആയിട്ട് ഒരു എക്സ്ട്രാ ലെങ്ത് അവിടെ വന്നിട്ടുണ്ടാവും. അത് സൂചിപ്പിക്കാനാണ് ബേസിക്കലി എത്രത്തോളം സ്ട്രെയിൻ ആണ് അതുള്ളത് സൂചിപ്പിക്കാനാണ് ഇവിടെ ഒരു O ഡാഷ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഗ്രാഫ് ബി കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ബിയിലെത്തൂല, തിരിച്ചു വരുമ്പോൾ സി എന്ന് പറഞ്ഞ ഏതോ ഒരു പോയിന്റിൽ നിന്ന് തിരിച്ച് ഇങ്ങനെ വരും. സിക്ക് പ്രത്യേകിച്ച് പേരൊന്നും പഠിക്കേണ്ട, അത് തിരിച്ച് വേറൊരു പാത്തിലൂടെ ആയിരിക്കും വരിക. പെർമനൻ്റ്ലി ഡാമേജ് ആയിപ്പോൾ, അതുകൊണ്ട് പെർമനന്റ് സെറ്റ് എന്നാണ് O ഡാഷിനെ വിളിക്കുക. കഴിഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പ്ലാസ്റ്റിക് റീജിയൻ ഏതാണ്? പ്ലാസ്റ്റിക് റീജിയൻ എലാസ്റ്റിക് റീജിയൻ ആദ്യം പറയാം. O മുതൽ B വരെ ഞാൻ പറയല്ലോ, O മുതൽ B വരെ അയാളെ പിടിച്ച് റിലീസ് ചെയ്താൽ തിരിച്ച് പെർഫെക്റ്റ്ലി
വരും. അപ്പോൾ അയാൾ എലാസ്റ്റിക് ആണ്. അപ്പോൾ എലാസ്റ്റിക് റീജിയൻ O മുതൽ B വരെയാണ്. അവിടുന്ന് അങ്ങോട്ട് B മുതൽ E വരെ പ്ലാസ്റ്റിക് റീജിയനാണ്. അപ്പോൾ O മുതൽ B വരെ എലാസ്റ്റിക്കും B മുതൽ E വരെ പ്ലാസ്റ്റിക്കുമാണ്. റെഡി. ഇനി അടുത്തത് ഹൗ ക്യാൻ യു ഐഡന്റിഫൈ ബ്രിട്ടിൽ ആൻഡ് ഡക്ടൈൽ. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ വലിച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ആൾ, ഡക്ടൈൽ എന്ന് പറഞ്ഞാൽ വലിച്ചാൽ പൊട്ടാതെ അങ്ങനെ നീട്ടാൻ പറ്റുന്ന ആൾക്കാർ. അപ്പോൾ അത് കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. ഈ ഡിയും ഇയും ഇല്ലേ, ഈ ഡിയും ഇയും ഫാറാണ്, ഒരുപാട് ദൂരം കഴിഞ്ഞിട്ടാണ് ഡി കഴിഞ്ഞിട്ട് ഇ. ഫാർ ആണെങ്കിൽ അയാൾ ഡക്ടൈൽ, പെട്ടെന്ന് പൊട്ടില്ല. ആൻഡ് ഫ്രാജൈൽ അല്ലെങ്കിൽ ബ്രിട്ടിൽ എന്ന് പറയും. ബ്രിട്ടിൽ അല്ലെങ്കിൽ ഫ്രാജൈൽ ആയുള്ള ആൾക്കാർ വളരെ ക്ലോസ് ആയിരിക്കും, ഈ ഡിയും ഇയും വളരെ അടുത്തായിരിക്കും കേട്ടോ. റെഡി. ഇനി അടുത്തത് ഇതുപോലത്തെ ചോദ്യങ്ങൾ ഇവിടുന്ന് വരും. ഇതിൽ ആരാണ് മോർ എലാസ്റ്റിക് എന്നുള്ളതായിരുന്നു ചോദ്യങ്ങൾ വരും. 2 ഗ്രാഫ് വന്നിട്ട്. അപ്പോൾ നിങ്ങളിവിടെ കാണേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ആണ്. ഇവിടെ ലെങ്ത്ത് കൂട്ടുന്നതുകൊണ്ട് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് കൂടുന്നതോടുകൂടി എലാസ്റ്റിസിറ്റി കൂടും. അപ്പോൾ യങ്സ് മോഡുലസ് കൂടിയാക്കി എലാസ്റ്റിസിറ്റി കൂടും. അപ്പോൾ യങ്സ് മോഡുലസ് ആർക്കാ കൂടുതൽ കാണാൻ എങ്ങനെയാണെന്ന് നോക്കണ്ടേ, നമ്മൾ സ്ലോപ്പ് നോക്കുക. ഇതിലാർക്കാ കൂടുതൽ സ്ലോപ്പ്, ആരാ കൂടുതൽ ചെരിഞ്ഞിട്ടുള്ള എക്സാക്സുമായിട്ട്? ഡെഫിനറ്റ്ലി എ ആണ് കൂടുതൽ ചെരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇയാൾക്ക് സ്ലോപ്പ് കൂടുതലായിരിക്കും, അയാൾക്ക് യങ്സ് മോഡുലസ് കൂടുതലായിരിക്കും, അപ്പോൾ അയാൾക്ക് എലാസ്റ്റിസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഇനി ഡക്റ്റിലിറ്റി എങ്ങനെ കാണുക? ഇതിൻ്റെ മാക്സിമം പോയിന്റും ഇയും, ഈ 2 പോയിന്റുകൾ ഡിയും ഇയും എടുത്തു. ഇവിടെ ഞാൻ ഡിയും ഇയും മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ കൂടുതൽ ദൂരം ഇവിടെ ഉള്ള ഇയിലാണ് കൂടുതൽ ദൂരം, ബിയിലാണ് കൂടുതൽ ദൂരം ഉള്ളത്. അപ്പോൾ ഇയാളാണ് കൂടുതൽ ഡക്റ്റൈൽ, ഇത് കുറച്ച് ബ്രിട്ടിലാണ് കേട്ടോ. റെഡി. ഇനി നെക്സ്റ്റ് എലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. എലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ എന്നാണ്, എലാസ്റ്റിക് മെറ്റീരിയൽസിൻ്റെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് എലാസ്റ്റോമേഴ്സ്. കുറച്ച് വലിച്ചാൽ ഒരുപാട് വലിയും. റബ്ബർ ബാൻഡ് എക്സാമ്പിളാണ്, അല്ലെ ഹാർട്ടിൻ്റെ അയോട്ട, ഹാർട്ടിൻ്റെ ടിഷ്യൂ ആണ് അയോട്ട. അവരൊക്കെ കുറച്ച് വലിച്ചാൽ ഒരുപാട് വരും. സോ ലാർജ് സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ആര്? എലാസ്റ്റോമേഴ്സ്. ഇവർ ഹൂക്സ് ലോ ഒബേ ചെയ്യില്ല, ആൻഡ് ഇവർക്കൊരു പ്ലാസ്റ്റിക് റീജിയൻ വെൽ ഡിഫൈൻഡ് ആയില്ല. ഇവരൊരിക്കലും ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നതല്ല. ഇനി അടുത്തത് വിച്ച് ഈസ് മോർ എലാസ്റ്റിക്, സ്റ്റീൽ ഓർ റബ്ബർ? ഡെഫിനറ്റ്ലി സ്റ്റീലാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഗ്രേറ്റർ ദാൻ യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ വരും, എന്തുകൊണ്ടാണ് മെഷീൻസ് ഹെവി ഡ്യൂട്ടീസ് ഒക്കെ നമ്മൾ അയണിനേക്കാൾ കൂടുതൽ സ്റ്റീൽ പ്രിഫർ ചെയ്യുന്ന? സെയിം റീസൺ, സ്റ്റീലിൽ എന്ത് ചെയ്യാൻ പറ്റും? യങ്സ് മോഡുലസ് കൂടുതലായതുകൊണ്ട് കുറച്ചും കൂടി എലാസ്റ്റിക് ആയിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റീൽ നമ്മൾ ഉപയോഗിക്കാനുള്ള റീസൺ, അയാൾക്ക് മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് ഒക്കെ എന്താണ്? കൂടുതലാണ്. ഇനി കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസിനെ പിടിച്ച് തിരിച്ചിടുക. ബൾക്ക് മോഡുലസിനെ പിടിച്ച് തിരിച്ചിട്ട് കഴിഞ്ഞാൽ കംപ്രസിബിലിറ്റി ആയി. കെ എന്നും പറയാറുണ്ട്, സി എന്നും പറയാറുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ബൾക്ക് മോഡുലസ്. ആൻഡ് അവിടെ തന്നെ പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്ക് മോഡുലസ് ഓഫ് സോളിഡ് കൂടുതലായിരിക്കും ആരെക്കാൾ? ബൾക്ക് മോഡുലസ് ഓഫ് ലിക്വിഡ് ആരെക്കാൾ? ബൾക്ക് മോഡുലസ് ഓഫ് ഗ്യാസ്. ഓക്കെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? കംപ്രസിബിലിറ്റി. അപ്പോൾ കംപ്രസിബിലിറ്റി ചെയ്യുമ്പോൾ ഈ ചിഹ്നങ്ങളൊക്കെ മറച്ചിടുക. അപ്പോൾ സോളിഡ് ആയിരിക്കും ലീസ്റ്റ് കംപ്രസിബിൾ, ലിക്വിഡ് ആയിരിക്കും അതിനേക്കാൾ കുറച്ചുകൂടി കംപ്രസ് ചെയ്യാൻ പറ്റുക, ഗ്യാസ് ആണ് കൂടുതൽ കംപ്രസ് ചെയ്യാൻ പറ്റുക. വെരി സിമ്പിൾ ലോജിക്. ഇനി നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ്, ഒരു റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആക്ച്വലി നമ്മളിങ്ങനെ സൈഡ് വൈസ് ഇങ്ങനെ 2 സൈഡിൽ നിന്ന് പിടിച്ചു വലിക്കുമ്പം അയാളെ ലെങ്ത്ത് കൂടുന്നുണ്ട് അല്ലേ? അയാളെ ലെങ്ത്ത് കൂടും, പക്ഷേ അയാളെ തിക്നെസ് അഥവാ റേഡിയസ് കുറയൂലേ? റേഡിയസ് കുറയും. അപ്പോൾ ലെങ്ത്ത് കൂടുന്നതിൻ്റെ സ്ട്രെയിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ സൈഡ് വൈസ് എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് ലാറ്ററൽ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ അവിടെ ലാറ്ററൽ ആയിട്ടൊരു സ്ട്രെയിൻ ഉണ്ടാവും, റേഡിയസ് കുറയുന്നുണ്ട്. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിനും ഉണ്ടാവും, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എല്ലും, ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ഡെൽറ്റ ആർ ബൈ ആറും. മൈനസ് ഓഫ് ഡെൽറ്റ ആർ ബൈ ആർ അല്ലെങ്കിൽ ഡെൽറ്റ ആർ ബൈ ആർ എന്ന് എഴുതാം. ഡെൽറ്റ ആർ ബൈ ആർ എന്ന് എഴുതിയാൽ മതി. ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതിയാൽ മതി. ഡെൽറ്റ ആർ ബൈ ആർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, റെഡി. ഇനി അങ്ങനെയാണ് പോസോൺ റേഷ്യോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൂടി ഉണ്ട്. അതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞു. പോസോൺ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്കാർ നമ്മൾ റേഷ്യോ ആണ്. ആരൊക്കെ? ഡെൽറ്റ ആർ ബൈ ആറും ഡെൽറ്റ എൽ ബൈ എല്ലും. അതായത് ലാറ്ററൽ സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും നമ്മൾ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് പോസോൺ റേഷ്യോ. അതൊരു ജസ്റ്റ് ഒരു നമ്പറാണ്, അതിന് എന്തില്ല? അതിന് യൂണിറ്റ് ഇല്ല കേട്ടോ. ഇയാൾക്ക് എന്തില്ല? യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല, ഓർത്ത് വെക്കുക. ഇനി ഒരു ടെൻസൈൽ മെറ്റീരിയൽ, അതായത് ലെങ്ത്ത് കൂട്ടാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ പോസോൺ റേഷ്യോ പോസിറ്റീവും, ലെങ്ത്ത് കുറയ്ക്കാൻ പറ്റുന്ന കംപ്രസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അതിൻ്റെ പോസോൺ റേഷ്യോ നെഗറ്റീവ് ആണെന്ന് ഓർത്ത് വെക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും ഇവിടെ പഠിക്കാനുള്ളൂ കേട്ടോ. ദാറ്റ്സ് ഇറ്റ്.